guys, welcome back to a new video. Guys, അപ്പോൾ നമ്മളിപ്പോ പോകുന്നത് തണൽ എക്കോ പാർക്കിലേക്കാണ്. തണൽ എക്കോ പാർക്ക് എന്ന് പറയുന്നത് പയ്യന്നൂരിലെ പെരുമ്പയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നാഷണൽ ഹൈവേക്ക് സൈഡിൽ കുറച്ച് ഉള്ളോട്ടേക്ക് പോകാനുണ്ട്. പിന്നെ ഈ എന്താ പറയുക, നാഷണൽ ഹൈവേയിലൂടെയൊക്കെ പോകുമ്പോൾ ആർക്കും കുറച്ച് സമയം വിശ്രമിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറ്റിയൊരു സ്ഥലമാണ് തണൽ എക്കോ പാർക്ക്. എൻട്രി ഒക്കെ ഫ്രീ ആണ്. വെറുതെ അവിടെ പോയി കാറ്റൊക്കെ കൊണ്ട് തണലൊക്കെ കൊണ്ട് പോവാം അല്ലേ? ഇത് നമ്മളെ കൂടെ ഉള്ളത് നമ്മളെ അനിയത്തി മാത്രം ചോദിക്കരുത്. എപ്പോഴുണ്ടാവും ആവശ്യമില്ലല്ലോ അല്ലേ? ഇതാണ് നമ്മളെ പറഞ്ഞ കുട്ടി. ഇതാണ് ആ കുട്ടി. ഞാൻ നല്ലൊരു ഐഡിയ പറയട്ടെ. നമ്മള് നേരെ പെരുമ്പയിലേക്ക് പോകും. നേരെ നമ്മളെ വണ്ടി ചെറുതായിട്ടൊന്ന് റൈറ്റ് പിടിക്കും. നമ്മള് നേരെ തന്തൂരി കെട്ടി പോകും. എന്നിട്ട് ഓരോ ഷാർമ അത് വേണ്ട. സമയം ഇപ്പോൾ 6 മണിയോട് എടുക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ അവിടെ എത്തിയിട്ട് കൊറോണ ഒന്നല്ല ആരും പേടിക്കണ്ട. ഇതിലും മനോഹരമായി ചമച്ചോണ്ടിരുന്നേ ആരോ കണ്ണുവെച്ചു പാപം. അപ്പൊ ഗൈസ് നമ്മള് തണൽ എക്കോ പാർക്കിൽ എത്തിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഗൈസ് ഇപ്പൊ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പെരുമ്പ ടൗൺ. ഇപ്പോൾ ഉള്ളത് NH17 ഈ പെരുമ്പയിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് എടുത്തിട്ട് വേണം തണൽ എക്കോ പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് എടുക്കണം. ഇവിടെ ബോർഡ് കാണാൻ വേണ്ടി പറ്റും, തണൽ എക്കോ പാർക്ക് എന്ന് പറഞ്ഞിട്ട്. 1 കിലോമീറ്റർ ആണ് കേട്ടോ ഇവിടെ നിന്നുള്ളത് ലെഫ്റ്റിലേക്ക്. ഫുൾ ബ്ലോക്ക് ആണല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ തണൽ എക്കോ പാർക്കിൽ എത്താറായിട്ടുണ്ട്. ഫുള്ള് റോഡ് പണി എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. റോഡ് പണി എടുക്കുന്നതുകൊണ്ട് തന്നെ റോഡിന്റെ അവസ്ഥയെല്ലാം കണ്ടില്ലേ, പൊട്ടിപ്പൊളിഞ്ഞടക്കിയെന്ന്. പക്ഷെ എന്നാലും ആൾക്കാർ വരുന്നുണ്ട് തോന്നല്ലേ. ഗൈസ് അപ്പോൾ നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേ കണ്ടില്ലേ റോഡിന്റെ സൈഡിലൊക്കെ ഇതാണ് സീനറി. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് നടന്നുകൊണ്ട് കാണാം. ഓക്കെ റെഡിയല്ലേ? സോ ഇവിടെ എൻ്റർ ആകുമ്പോൾ തന്നെ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ ഫോട്ടോ ഫ്രെയിം കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇതാണ് ഇവിടുത്തെ മെയിൻ പാലം. ഈ പാലത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇതേ കണ്ടില്ലേ കുറേ ആൾക്കാർ ചൂണ്ടയിടുന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ പാർക്ക് ശരിക്കും സ്ഥിതി ചെയ്യുന്നത് ഒരു 100 മീറ്റർ ചുറ്റളവിലാണ്. ഇതേ കണ്ടില്ലേ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കണ്ടൽക്കാടും ഈ പുഴകളും ഒക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ കാര്യമായിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബോട്ടിങ്ങും പിന്നെ കയാക്കിങ്ങും ആണ്. അപ്പോൾ ബോട്ടിംഗ് എന്ന് പറയുന്നത് പെഡൽ ബോട്ടാണ്. നമുക്കതിൻ്റെ ടിക്കറ്റ് ഇവിടുന്ന് എടുക്കേണ്ടതുണ്ട്. ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ ഒരു അടിപൊളി സ്ഥലമുണ്ട്. പിന്നെ ഇത് നമ്മൾ ശരിക്കും എൻഗേജ്മെൻറ്റിന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ ക്ലോസ്ഡ് ആണ്. കൊറോണ ആയതുകൊണ്ടാണോ എന്നറിയില്ല. സോ ഇതിൻ്റെ അകത്ത് വിഷ്വൽസ് എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള ഒരു ആകെ മാർഗ്ഗം എന്ന് വെച്ചാൽ ഡ്രോൺ പറപ്പിച്ച് വിഷ്വൽസ് എടുക്കലാണ്. സോ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതേ കണ്ടില്ലേ ഇവിടെ ചങ്ങലേക്ക് ഇട്ട് കൂട്ടിയിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ പാർക്ക് കംപ്ലീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
ഗൈസ് ഇനി നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് പെഡൽ ബോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ 4 ആൾക്കാരുള്ള പെഡൽ ബോട്ടിൻ്റെ ടിക്കറ്റാണ് എടുത്തത്. ഇതാണ് ഇവിടുത്തെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഇതേ കണ്ടില്ല, അടിപൊളി സീനറിയാണ്. സീനറിയെ പറ്റിയൊന്നും അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് ഇവരെ രണ്ടാളെ നമ്മൾ തുഴയാൻ വേണ്ടി ആക്കിയിട്ടുണ്ട്. തുഴയാനല്ല, ചവിട്ടാൻ വേണ്ടിയിട്ട്. മാസമായിരിക്കും ഇവര് തൊഴിയുന്നത് കാണുമ്പോ എനിക്കൊരു മനസ്സന്തോഷം എന്ന് അറിയലില്ല. ഞാൻ തന്ത്രപൂർവ്വം ഇവരെ മുന്നിലേക്ക് ഇരുത്തിയതാണ്. ഇങ്ങോട്ടൊക്കെ മാസ്ക് ലയിച്ചോ? എന്തിന് മാസ്ക്? ഗൈസ് അപ്പോൾ നമ്മൾ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. രണ്ടാൾക്കാർ നല്ല ഉഷാറായിട്ട് ചവിട്ടിക്കൊണ്ടുണ്ട്. പിന്നെ പെഡൽ ബോട്ടിന് ഒരാൾക്ക് 50 രൂപയാണ് ഇവിടെ ചാർജ്. പെഡൽ ബോട്ടിനും പിന്നെ കയാക്കിങ്ങിനും ഒക്കെ സെയിം റേറ്റ് ആണ്. ഒരാൾക്ക് 50 രൂപയാണ് വരുന്നത്. പിന്നെ 6:30ക്ക് പെഡൽ ബോട്ടും ഈ ബോട്ടിംഗ് പരിപാടിയൊക്കെ ഇവിടെ ക്ലോസ് ചെയ്യും. 6:30 വരെ നമുക്കിവിടെ ടൈമുള്ളൂ. ആ സ്റ്റിയറിംഗ് ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്യും. സോ ഇനി നമുക്ക് കുറച്ച് ഡ്രോൺ കാഴ്ചകൾ കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഡ്രോൺ കാഴ്ചകൾ കണ്ടപ്പോഴാണ് ശരിക്കും ഈ പാർക്കിൻ്റെ എന്താ പറയുക ഒരു യഥാർത്ഥ ഭംഗി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സമയം കുറെ ലേറ്റ് ആയി പോയി. അപ്പോൾ ഇതാ ഇന്നത്തെ വ്ളോഗ് ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാ. അപ്പോൾ ഗൈസ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ. ബൈ ബൈ.